Dear friends, എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം തന്നെയാണ്. പൊതുവെ എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ എടുക്കുന്നു. 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ വിശദമായി പഠിക്കാൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞത് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഹിമാലയ ഡു വി ഫൈൻഡ് ദി കരേവ സോയിൽ ഫോർമേഷൻ എന്ന് പറയാം. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഹിമാലയ ഡു വി ഫൈൻഡ് ഔട്ട് ദി കരേവ സോയിൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഹിമാലയത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് കരേവ സോയിൽ ഫോർമേഷൻ നടക്കുന്നത്. നമുക്കറിയാം കരേവ സോയിൽ എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് നടക്കുന്ന അല്ലെങ്കിൽ ഏത് ഭാഗങ്ങളാണ് ഈ കരേവ സോയിൽ കാണപ്പെടുന്നത് അങ്ങനെ നമുക്ക് പറയാം. 2015 അസിസ്റ്റന്റ് ഗ്രേഡിനാണ് ചോദിച്ചത്. 2015 അസിസ്റ്റന്റ് ഗ്രേഡിന് ചോദിച്ചുള്ള ചോദ്യമാണ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ഹിമാലയ ഡു വി ഫൈൻഡ് ദി കരേവ സോയിൽ ഫോർമേഷൻ. കരേവ സോയിൽ ഫോർമേഷൻ നടക്കുന്നത് ഹിമാലയത്തിലെ ഏത് ഭാഗത്താണ്? നമുക്കറിയാം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് 10 തരം മണ്ണുകളെയാണ് അവർ ക്ലാസിഫൈ ചെയ്തത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ണാണ് കരേവ സോയിൽ. ഹിമാലയത്തിന്റെ കാശ്മീർ ഭാഗങ്ങളിലാണ് കരേവ സോയിൽ കാണപ്പെടുന്നത്. പലതവണ മീൻസ് ഡിഗ്രി നിലവാരത്ത് 2 തവണയാണ് പ്രധാനമായിട്ടും ചോദിച്ചത് കരേവ സോയിൽ ഈസ് മോസ്റ്റ് ഫേവറബിൾ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് വാട്ട് എന്ന് ചോദിച്ചത്. കരേവ സോയിൽ എന്തിന്റെ കൾട്ടിവേഷന് പ്രശസ്തമാണ് എന്നാണ് ചോദിച്ചത്. കരേവ സോയിൽ ഈസ് മോസ്റ്റ് ഫേവറബിൾ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സാഫ്രോൺ ഇൻ ജമ്മു കാശ്മീരിലെ കുങ്കുമപ്പൂവിന് വളരെ പ്രശസ്തമായിട്ടുള്ള മണ്ണാണ് അത് കരേവ സോയിൽ. അതുകൊണ്ട് തന്നെ കരേവ സോയിൽ എവിടെയാണ് ഫോർമേഷൻ നടക്കുന്നത് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കുക. ഹിമാലയത്തിന്റെ കാശ്മീർ ഭാഗങ്ങളിലാണ് കരേവ സോയിൽ ഫോർമേഷൻ കൂടുതൽ നടക്കുന്നത്, കരേവ സോയിൽ കൂടുതൽ കാണപ്പെടുന്നത്. അത് ജമ്മു കാശ്മീരിലെ കുങ്കുമപ്പൂവിന് വളരെ അനുയോജ്യമായ മണ്ണ് കൂടിയാണ്, വളരെ ഫെർട്ടിലിറ്റി ഒരു മണ്ണ് കൂടിയാണ് കരേവ സോയിൽ എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ കരേവ സോയിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ പ്രധാനപ്പെട്ട മണ്ണുകൾ നമുക്ക് പൊതുവെ PSC ചോദിക്കും. നമുക്കറിയാം ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട്, അല്ലുവിയൽ സോയിൽ ഉണ്ട്, അല്ലെ റെഡ് സോയിൽ ഉണ്ട്, ബ്ലാക്ക് സോയിൽ ഉണ്ട്. അപ്പോൾ അതിൽ അല്ലുവിയൽ സോയിൽ നമുക്കറിയാം പ്രധാനമായിട്ടും നദീതീരങ്ങളിലാണ് കാണപ്പെടുന്ന മണ്ണാണ് അല്ലുവിയൽ സോയിൽ, അല്ലെങ്കിൽ എക്കൽ മണ്ണാണ്. പ്രധാനമായിട്ടും ഗംഗ, യമുന, ബ്രഹ്മപുത്ര സമതലങ്ങളിൽ കാണപ്പെടുന്ന ഒരു മണ്ണാണ് അല്ലുവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണെന്ന് പറയും. അതിൽ പുതിയതിനെ ഖാദർ എന്നും പഴയതിനെ നമ്മൾ ബാങ്കർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഫെർട്ടിലിറ്റി വളരെ കൂടിയ ഒരു മണ്ണാണെന്ന് പറയുന്നു. അതോടൊപ്പം ലാറ്ററൈറ്റ് സോയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ. അതിൽ ഫെർട്ടിലിറ്റി വളരെ കുറവാണ്. അതേസമയം ഡെക്കാൻ പീഠഭൂമികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു മണ്ണാണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ ചെർണോസം എന്ന് പറയാറുണ്ട്, റിഗർ സോയിൽ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ ബ്ലാക്ക് സോയിലാണ്, കോട്ടന് വളരെ അനുയോജ്യമായ മണ്ണാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു 4 തരം മണ്ണുകളെ കുറിച്ചാണ് പൊതുവെ PSC ചോദിക്കാറുള്ളത്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് പഠിക്കുക. അതോടൊപ്പം ഹിമാലയത്തിന്റെ 3 ഭാഗങ്ങളും പഠിച്ചു വയ്ക്കുക. ഏറ്റവും ടോപ്പിൽ നമ്മളൊന്ന് ഹിമാദ്രി, അത് കഴിഞ്ഞ് ഹിമാചൽ, അത് താഴെ വരുന്നത് സിവാലിക്. അങ്ങനെ 3 പാട്ടുകളുണ്ട്. അതിൽ 3 പാട്ടുകളും വ്യത്യസ്തമായ മണ്ണുകളില്ല എങ്കിലും ആ 3 പാട്ടുകൾ ഓർത്തിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. കരേവ സോയിൽ കാണപ്പെടുന്നത് ഹിമാലയം ഏത് ഭാഗമാണ്? കാശ്മീർ ഹിമാലയത്തിൽ സാഫ്രോൺ വളരെ അനുയോജ്യമായ മണ്ണാണ്. ഈ പ്രധാനപ്പെട്ട 5-6 തരം മണ്ണുകളും കൂടി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻസ് പോവാം. ദി ടെനർ ഓഫ് എസ്റ്റിമേറ്റ് കമ്മിറ്റി 2015 അസിസ്റ്റന്റ് ഗ്രേഡ് തന്നെയാണ് ചോദിച്ചത്. 2015 അസിസ്റ്റന്റ് ഗ്രേഡ് തന്നെയാണ് ചോദിച്ചത്. ദി ടെനർ ഓഫ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി എത്ര വർഷമാണ്? പൊതുവെ പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ച് ചോദിക്കാറ്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചോദിക്കും, എസ്റ്റിമേറ്റ് കമ്മിറ്റി ചോദിക്കും. അതോടൊപ്പം തന്നെ CPU കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ചോദിക്കാറ്. അതിൽ എസ്റ്റിമേറ്റ് കമ്മിറ്റി വർഷം എത്ര, കാലാവധി എത്രയെന്ന് വെച്ചാൽ ഓർക്കുക 1 വർഷം തന്നെ. മിക്കവാറും എല്ലാ പാർലമെന്ററി കമ്മിറ്റികളുടെയും കാലാവധി എന്നത് 1 വർഷമാണ്. അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപം 1950ലാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപം കൊണ്ടത്. ടോട്ടലി അംഗസംഖ്യ വരുന്നത് 30ആണ്. എത്രയാണ്? 30ആണ്. ഇതിൽ ഓൾ ഓഫ് ദി മെമ്പേഴ്സ് ഫ്രം ലോകസഭ. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ എല്ലാ മെമ്പേഴ്സും എവിടെ നിന്നാണ് വരുന്നത്? ലോകസഭയിൽ നിന്നാണ്. ചെയർമാൻ ഈസ് ഓൾവേസ് അപ്പോയിന്റഡ് ബൈ ലോകസഭ സ്പീക്കർ. ചെയർമാനെ ലോകസഭാ സ്പീക്കറാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ലോകസഭാ സ്പീക്കറാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ചെയർമാനെ ലോകസഭാ സ്പീക്കർ അപ്പോയിന്റ് ചെയ്യുന്നത്. ടോട്ടലി 30 ആളുകളാണ്. 30 ആളും എവിടെ നിന്നാണ് വരുന്നത്? ലോകസഭയിൽ നിന്ന്. കാലാവധി 1 വർഷമാണ്. ഇനി എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്തായിരിക്കും? രൂപം കൊണ്ടത് 1950 ആണെന്ന് പറഞ്ഞല്ലോ. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നത് പ്രിപ്പയർ ദി എസ്റ്റിമേറ്റ് ഓഫ് ഡേ ടു ഡേ ബിസിനസ് ഓഫ് പാർലമെന്റ് എന്ന് പറയും. പാർലമെന്റിലെ ദൈനംദിന ചെലവുകൾ, പാർലമെന്റിലെ ദൈനംദിന ചെലവുകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക എന്നാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി. അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റി ആ പേര് പോലെ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. പാർലമെന്റിലെ ദൈനംദിന ചെലവുകൾ, ദൈനംദിന പരിപാടികൾ, പ്രോഗ്രാം, അത് ബിസിനസ് എന്ന വാക്കണം ഉപയോഗിക്കുക. ആ ദൈനംദിന ബിസിനസ് അല്ലെങ്കിൽ ദൈനംദിന പ്രോഗ്രാമുകൾ എന്താണോ, ചെലവുകൾ എന്താണോ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക എന്നാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്നത്. കാലാവധി 1 വർഷമാണ്. 1950ലാണ് രൂപം കൊണ്ടത്. 30 ആളുകളെ വരും. 30 ആളുകളും എവിടെ നിന്നാണ് വരുന്നത്? ലോകസഭയിൽ നിന്നാണ്. ചെയർമാനെ എപ്പോഴും അപ്പോയിന്റ് ആയിരിക്കും, ലോകസഭ സ്പീക്കർ ആയിരിക്കും. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി രൂപം 1922ലാണ് രൂപം കൊള്ളുന്നത്. അതിൽ വരുന്നത്
എത്ര മെമ്പേഴ്സ് വരെ 22 മെമ്പേഴ്സ് വരിക. 15 ആൾ ലോകസഭയിൽ നിന്നും 7 ആൾ രാജ്യസഭയിൽ നിന്നും. അതിൻ്റെയും കാലാവധി 1 വർഷമാണ്. അതിൻ്റെയും കാലാവധി 1 വർഷം തന്നെയാണ് വരുന്നത്. ചെയർമാൻ അപ്പോയിന്റ് ചെയ്ത് ലോക്സഭാ സ്പീക്കർ തന്നെയായിരിക്കും. PSCയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നുള്ളത് ഏതാണ്? CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAGയുടെ കണക്ക് പരിശോധിക്കുക എന്നുള്ളതാണ് PSCയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. PSCയുടെ ചെയർമാൻ ഓൾവേസ് എപ്പോഴും ആരായിരിക്കാം? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിരിക്കും PSCയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന്. അതാണ് PSC എന്നുള്ളത്. 15 ആളുകൾ ലോകസഭയും 7 ആളുകൾ രാജ്യസഭയിൽ, അങ്ങനെ അതിൽ അംഗസഭയിൽ. ഇതേപോലെ തന്നെ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ CPM, അതിലും വരുന്ന ടോട്ടലി 22 ആളുകളാണ്. 15 ആൾ ലോകസഭയിൽ നിന്നും 7 ആൾ രാജ്യസഭയിൽ നിന്നാണ്. കാലാവധി 1 വർഷം തന്നെയാണ്. ചെയർമാൻ അപ്പോയിന്റ് ലോകസഭാ സ്പീക്കർ തന്നെയാണ്. ഈ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്ങിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നത് നമ്മുടെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് CPU, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്ങിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. പ്രധാനമായിട്ട് ഈ 3 കമ്മിറ്റികളാണ് പൊതുവെ PSC പരീക്ഷകൾ ചോദിക്കുക. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, എല്ലാ പാർലമെന്ററി കമ്മിറ്റികളെയും ചെയർമാൻമാർ അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. പക്ഷേ ലോക്സഭാ സ്പീക്കർ ചെയർമാൻ ആയിട്ടുള്ള 3 കമ്മിറ്റികളെന്ന് ചോദിച്ചാൽ, ഒന്ന് റൂൾസ് കമ്മിറ്റി, 2 ജനറൽ പർപ്പസ് കമ്മിറ്റി, മറ്റൊന്ന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. പറഞ്ഞത് ക്ലിയർ ആണ്. All parliamentary committee chairman is always appointed by Lok Sabha Speaker, but 3 parliamentary committees always chaired by Lok Sabha Speaker himself. പറഞ്ഞില്ലേ, എല്ലാ പാർലമെന്ററി കമ്മിറ്റികളും ചെയർമാൻമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. പക്ഷേ 3 പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ലോക്സഭാ സ്പീക്കർ. ആ 3 കമ്മിറ്റികളാണ് ഞാൻ പറഞ്ഞത്. റൂൾസ് കമ്മിറ്റി, മറ്റൊന്ന് ജനറൽ പർപ്പസ് കമ്മിറ്റി, മറ്റൊന്ന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. ഈ 3 കമ്മിറ്റികളുടെ ചെയർമാൻ എപ്പോഴും ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആൻഡ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് 3 ഒന്ന് പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ചെയർ ദി ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി ഹൗസ് ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്? ഹു ചെയർ ദി ജോയിന്റ് സിറ്റിംഗ് ഓഫ് ഹൗസ് ഓഫ് പാർലമെന്റ്? ഈ പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ്, ആ പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗിന്റെ ചെയർമാൻഷിപ്പ് എപ്പോഴും ആർക്കായിരിക്കും എന്ന് വെച്ചാൽ, സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും? സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും? ഒരു സംശയം വേണ്ട, ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. രാജ്യസഭയും ലോകസഭയും ഒരുമിച്ചിരിക്കുമ്പോൾ, ജോയിന്റ് സിറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരുമിച്ചിരിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷത എപ്പോഴും ആരായിരിക്കും? ലോക്സഭാ സ്പീക്കർ ആയിരിക്കും എന്ന കാര്യം ഓർത്തുക. അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിക്കാനില്ല, പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല. ലോക്സഭ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. ലോക്സഭയിൽ എപ്പോഴും അധ്യക്ഷത വഹിക്കും ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. ഡെപ്യൂട്ടി ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിലോ? ലോക്സഭാ സ്പീക്കറും ഡെപ്യൂട്ടി ലോക്സഭാ സ്പീക്കറും ഇല്ലെങ്കിൽ മോസ്റ്റ് സീനിയർ മെമ്പർ ഓഫ് ലോക്സഭ ആയിരിക്കും. ലോക്സഭയിലെ ഏറ്റവും സീനിയർ മെമ്പർ ആയിരിക്കും അധ്യക്ഷത വഹിക്കുക. ഇതേപോലെ രാജ്യസഭാ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. രാജ്യസഭാ അധ്യക്ഷൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ആയിരിക്കും. ഡെപ്യൂട്ടി ചെയർമാൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും? രാജ്യസഭയിലെ സീനിയർ മോസ്റ്റ് മെമ്പർ ആയിരിക്കും രാജ്യസഭ അധ്യക്ഷത വഹിക്കുക. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഈ രീതിയിൽ തന്നെയാണ്. പക്ഷേ രണ്ടിൻ്റെയും സംയുക്ത സമ്മേളനം വന്നാൽ എപ്പോഴും അധ്യക്ഷത വഹിക്കുന്നതായിരിക്കും? ലോക്സഭാ സ്പീക്കർ ആയിരിക്കുന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയല്ലേ? അപ്പോൾ ആ ചോദ്യം. നെക്സ്റ്റ് വന്നത് ഓപ്പറേഷൻ സുലൈമാനി ലോഞ്ച്ഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഏത് ജില്ലയിലാണ് ഈ ഓപ്പറേഷൻ സുലൈമാനി എന്ന പ്രൊജക്റ്റ് വന്നതെന്നാണ്? ആ ഒരു സ്കീം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി എന്ന പദ്ധതി അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് എഴുതുന്നത്, സ്കീം വന്നു? ഓർത്ത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് ഈ ഓപ്പറേഷൻ സുലൈമാനി എന്നൊരു പ്രൊജക്റ്റ്. എന്തായാലും സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നേരത്തെ ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം ആരെയും പട്ടിണി കെടുത്തരുതെന്ന ഉദ്ദേശത്തിൽ എറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, അതിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അന്നത്തെ കോഴിക്കോട് കളക്ടറായിരുന്ന പ്രശാന്ത് എന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും ഹോട്ടൽ മാനേജ്മെന്റ് ടീമുകൾ, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യാപാരികളുമായിട്ടുള്ള അവരുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സഹകരണത്തോടു കൂടിയാണ് കോഴിക്കോട് ജില്ലയിലാണ് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ കഴിവില്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു ഇത്, ഈ ഓപ്പറേഷൻ സുലൈമാനി. അപ്പോൾ അത് കോഴിക്കോട് ജില്ലയിലാണ് നടപ്പിലാക്കിയത്. ഓർത്തേക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുക, ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലാത്തവർക്ക്, കഴിവില്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുക എന്നുള്ളതാണ് ഓപ്പറേഷൻ സുലൈമാനി. കോഴിക്കോട് ജില്ലയിലാണ്. ഓർത്തേക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, basic structure of the constitution cannot be amended by parliament. കിട്ടിയ basic structure of constitution cannot be amended by parliament by സുപ്രീം കോടതി, declared by സുപ്രീം കോടതി. ഇൻ വിച്ച് കേസ് എന്നാണ്? ഏത് കേസിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത്? നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ പാർലമെന്റിന് ഭേദഗതി ചെയ്യാൻ കഴിവില്ല. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ പാർലമെന്റിനെ ഭേദഗതി ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ പാടില്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണെന്ന് പറഞ്ഞത്? ഓർത്ത് 1973 കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞത്
പ്രിയാമ്പിൾ ഈസ് എ ഇന്നവേറ്റബിൾ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ആമുഖം എന്ന് പറയുന്ന ഭരണഘടന വളരെ അവിഭാജ്യമായ ഘടകമാണ്. പക്ഷേ അതിന്റെ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താതെ മാത്രമേ നിങ്ങൾക്ക് ഭേദഗതി ചെയ്യാൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. ഭരണഘടന ഭേദഗതി ചെയ്യാം. അതേസമയം 1960 ബെറുബാരി കേസിൽ പറഞ്ഞത് പ്രിയാമ്പിൾ ഭരണഘടന ആമുഖം ഭരണഘടന അവിഭാജ്യ ഘടകമല്ല എന്നാണ് പറഞ്ഞത്. പ്രിയാമ്പിൾ ഭരണഘടന അവിഭാജ്യ ഇന്നവേറ്റബിൾ പാർട്ട് അല്ല എന്നാണ് 1960 ബെറുബാരി കേസിൽ പറഞ്ഞത്. പിന്നെ അവിടെ 1971 കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞത് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടന അവിഭാജ്യ ഘടകം തന്നെയാണ്. പക്ഷേ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താതെ മാത്രമേ അതിന് ഭേദഗതി ചെയ്യാൻ പാടൂ എന്നാണ് 1973 കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചോദ്യം വളരെ ഭംഗിയായിട്ടൊന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ചോദ്യം പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഉദ്ദേശിക്കുന്നത്, പ്രിയാമ്പിൾ ഭരണഘടന പ്രിയാമ്പിൾ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ്. പക്ഷേ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ പാടില്ല. അതേസമയം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടന അവിഭാജ്യ ഘടകമല്ല എന്ന് പറയുന്നത് 1960 ബെറുബാരി കേസ്. രണ്ട് കാര്യങ്ങൾ അതിൽ പഠിക്കണം. അപ്പോൾ ഇത്രയും ഈ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുക. അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും വളരെ വിശദമായിട്ടിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതുപോലെ നമുക്കൊരു 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും